എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ വെൺമണിക്കടുത്തുള്ള പട്ടയക്കുടിയിലാണ്. പട്ടയക്കുടിയിലേക്ക് എത്തുമ്പോൾ കുഞ്ഞുചേട്ടന്റെ കൃഷിയിടത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള കിഴങ്ങുവർഗ്ഗ വിളകളുണ്ട്. ഇതിന്റെ പേരെന്താ? ഇത് സുന്ദരിക്കപ്പ എന്നാണ് എന്റെ പേര്. എന്താ സുന്ദരിക്കപ്പയുടെ പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിഴങ്ങ് മൂന്നാളിലെ കാണുള്ളൂ, വലിപ്പമൊന്നുമില്ല, ഒരുത്രയും നീളം വരും. അത് കയ്പെന്ന് പറയുന്ന സംഗതിയില്ല, ഉള്ളു നല്ല മഞ്ഞ കളറായിരിക്കും. അത് ശരി. ഒരു 2-3 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. അത് കാന്താരിയും ഒരു തേങ്ങ ചുട്ടതും കാട്ടിഞ്ചിയും കൂടെ അരച്ച് ചമ്മന്താക്കി കഴിച്ചാൽ അത്രയും ടേസ്റ്റ് വരുന്നു. കാന്താരിയും തേങ്ങ ചുട്ടെടുത്തതും കാട്ടിഞ്ചി ഉള്ളു. അന്നത്തെ കാലത്തെ കാട്ടിഞ്ചിയുടെ ഞാൻ മാന്തി തരാം. അപ്പൊ എനിക്ക് ഈ സുന്ദരിക്കപ്പ ഒരു കിഴങ്ങ് വേണം, എനിക്ക് തണ്ട് വേണം. എന്തായാലും കിഴങ്ങൊന്ന് പറിച്ച് കാണാം നമുക്ക്. തണ്ടും തരാം, കിഴങ്ങും തരാം. ഒന്ന് കഴിച്ചു നോക്കുക, ശരിയാണെന്ന് അറിയണ്ടേ. ഈ പന്നി ഇടയ്ക്ക് കയറി ഒന്ന് പണക്കും നമുക്ക്. ഓ ശരി ശരി. ഇത് കൈകൊണ്ട് തന്നെയാണ്, വേറെ നമുക്ക് എന്തെങ്കിലും തൂമ്പയൊന്നും വേണ്ട. നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. കണ്ടവാരം ഭൂമിയിലേക്ക് താത്തിക്കും വെക്കത്തില്ലേ. ശരി. ഓ സുന്ദരിക്കപ്പ ചേട്ടൻ പറിച്ചെടുക്കുന്ന എത്ര വിദഗ്ധമായിട്ടാണ്. അടിയിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച്. ഇത് കയ്പുണ്ടോ ഇല്ലയോ ഒന്ന് സാറൊന്ന് കഴിച്ചത് വീട്ടിൽ കൊണ്ടുപോയി. ഇത് കാണട്ടെ ചേട്ടാ, അന്ന് എടുത്തേ. സുന്ദരിക്കപ്പ ഇത് വേവിച്ച് കഴിയുമ്പോ നിറം എന്താ? മഞ്ഞ കളറായിരിക്കും. അത് ശരി. കയ്പില്ല. ഓ കയ്പില്ലാത്ത സുന്ദരിക്കപ്പ. ഓർമ്മയിൽ ഇത് ഈറ്റ കുമ്പത്തിലിട്ട് വേവിക്കരുത്. ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ട് കടി പോകുമ്പോ ഈറ്റക്കകത്തിട്ടിട്ട് വേവിക്കും. ശകലം കാന്താരി, ശകലം ഉപ്പ്, ശകലം ഇഞ്ചി ഇട്ടിട്ട് വേവിച്ചാൽ ഏറ്റവും ബെറ്റർ സാധനം. അപ്പൊ ഇതുപോലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ നീലക്കാച്ചിലുണ്ട്, കാട്ടുകാച്ചിലുണ്ട്,